നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് മണ്ഡലത്തിൽ ചലച്ചിത്ര താരം രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അധികാരം ഇല്ലാതിരുന്ന കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന ആളാണ് പിഷാരടിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തീരുമാനമൊന്നും ആയിട്ടില്ല, തീരുമാനം നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് പിന്നെ അത് അവിടെ കൊണ്ടുപോയി അവിടെ നമ്മൾ പാലക്കാടത്തെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾ പലരെയും പരിഗണിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. അധികാരം ഇല്ലാത്ത കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ള അഭിമാനമാണ്. അനുരാഗ് അശോകൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുരാഗ് അശോകൻ, എന്തായാലും ഈ തീരുമാനത്തിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കുന്നുണ്ട്, അത് സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്കൊക്കെ പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ആ പേരിലേക്ക് തന്നെ എത്തും എന്ന സൂചന തന്നെയാണ് ഈ നിമിഷം നേതാക്കളുടെ ഭാഗത്തു നിന്നും വരുന്നത്. നിലവിൽ പാലക്കാട് രമേശ് പിഷാരടി ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കണക്കുകൾ UDF ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താറായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പാലക്കാട് രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി ആകുമെന്ന അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പാലക്കാട് പലരെയും പരിഗണിക്കുന്നുണ്ടെന്നും അതിലൊരാളാണ് പിഷാരടി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ അധികാരമില്ലായിരുന്ന കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന ആളാണ് പിഷാരടി. മുൻകാലങ്ങളിൽ പാലക്കാട് പലപ്പോഴും അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചിട്ടുണ്ട്. ഇനി അഥവാ പാലക്കാട് ഇനി പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പിഷാരടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തസ്സുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ശരി അനുരാഗ് അശോകൻ, അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. കാരണം ആ പരിഗണനയിൽ ഉണ്ട് എന്ന് പറയുന്നതോടെ തന്നെ പിഷാരടി ആ മത്സരരംഗത്തേക്ക് വരുമെന്ന സൂചന തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയൊക്കെ സന്ദർശിച്ച് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രചാരണത്തിലേക്ക് തുടക്കം കുറിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പിഷാരടിയുടെ നീക്കം.